മഹാനായ റബീഅ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു വീടിന്റെ ഉള്ളിൽ ഒരു ഖബർ കുഴിക്കുകയാണ്. എന്നിട്ടോ തന്റെ ശരീരം ദുനിയാവിനോട് ചാഞ്ഞു പോകുന്നത് കണ്ടാൽ, ദുനിയാവിലേക്ക് വല്ലാത്ത ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് കണ്ടാൽ ആ ഖബറിൽ ചെന്നുപോയി കിടക്കുന്നു. ആ ഖബറിൽ കിടന്നിട്ടോ ആ ഖബറിലുള്ള ഇരുട്ടും അതുപോലെ ഏകാന്തതയും കാണുമ്പോ പേടിച്ച് വിറച്ച് നിലവിളിക്കുന്നു. നിലവിളി കേട്ട് വീടിന്റെ ഉള്ളിലുള്ള ഭാര്യയോ മക്കളോ ഒന്നുകൊണ്ട് ഖബറിൽ നിന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുന്നു. ഒരു ദിവസം രാത്രി ദുനിയാവിന്റെ മോഹങ്ങൾ മനസ്സിലേക്ക് തികട്ടി വന്നപ്പോ ആ ഒരു ചിന്തയില്ലാതാക്കാൻ വേണ്ടി ഖബറിൽ ഇറങ്ങിക്കിടക്കുകയാണ്. വീട്ടുകാരെല്ലാം നല്ല ഉറക്കത്തിലാണ്. ദുനിയാവിന്റെ ചിന്തപ്പാടെ എന്നിൽ നിന്ന് നഷ്ടപ്പെടണമെന്ന് കരുതി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം കുഴിച്ചു വെച്ച ഖബറിലേക്ക് പോയി കിടക്കുന്നു. അങ്ങനെ കുറെ സമയം ആ ഖബറിൽ അങ്ങ് കിടക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹം അതാ നിലവിളിക്കുന്നു. ഖബറിന്റെ ഇരുട്ട് ശക്തമായപ്പോ പേടിച്ചു വിറക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന ഭാര്യ ഇദ്ദേഹത്തിന്റെ നിലവിളി കേൾക്കുന്നില്ല. ഒരുപാട് നേരം നിലവിളിച്ച് പൊട്ടിക്കരയുകയാണ്. എന്നെ ഒന്ന് ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമോ, എന്നെ ഒന്ന് മടക്കുമോ നിലവിളിക്കുകയാണ്. അവസാനം ഭാര്യ ഒരു ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നപ്പോ ഭർത്താവിന്റെ നിലവിളി കേൾക്കുന്നു. ഭർത്താവിനെ ആ ഖബറിൽ നിന്ന് പൊട്ടി എഴുന്നേൽപ്പിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയപ്പോ മഹാനവറുകൾ പറയുകയാണ്, പേടിച്ച് വിറച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തം ശരീരത്തോട് പറയാണ്, ഓ റബീഅ, എന്തെങ്കിലുമൊക്കെ അമല് ചെയ്ത് ജീവിച്ചോ, എന്നെ ഒന്ന് മടക്കുമോ എന്ന് പറയുന്നതിന്റെ മുമ്പ് എന്തെങ്കിലൊക്കെ അമല് ചെയ്യാൻ പരിശ്രമിച്ചോ റബീഅ. ഇപ്പൊ നിന്നെ ഈ ഖബറിൽ നിന്ന് പുറത്തെടുക്കാൻ നിന്റെ ഭാര്യയുണ്ട്, നിന്റെ മക്കളുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്. പക്ഷേ മരണം എന്ന പ്രതിഭാസം നിന്നെ പിടികൂടി കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ ഈ ഖബറിലാണ് ഒറ്റക്ക് നീ കിടക്കേണ്ടത്. ആ സമയത്ത് എന്നെ ഒന്ന് മടക്കൂ, എന്നെ ഒന്ന് ഈ ഖബറിൽ നിന്ന് പുറത്തെടുക്കൂ എന്ന് പറഞ്ഞാൽ ഒരാളും കേൾക്കാനുണ്ടാവില്ല, പുറത്തെടുക്കാൻ ആരുമുണ്ടാകില്ല. ആ സമയത്ത് നിനക്ക് മടങ്ങാനും കഴിയില്ല.